ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നിതാ ഉമ്മ ഇവിടെ നല്ല അടിപൊളി ചെമ്മീൻ കറിയും അതേപോലെ തന്നെ പത്തിരി അന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഉമ്മ ഇവിടെ മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതാ അതിലേക്ക് 2 തക്കാളിയും അതേപോലെ തന്നെ 2 സവാള 2 പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ തക്കാളിയും സവാളയും ഇതേപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മുടെ മുരിങ്ങക്കായ ഇതേപോലെ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. അപ്പം ഇനി കുറച്ച് നേരം കൂടി മൂടി വെച്ചൊന്ന് വേവിച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ നമ്മുടെ തക്കാളിയും സവാളയും നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടിയും 3 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആ ചെമ്മീൻ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇതാ നമ്മുടെ ചെമ്മീൻ ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഇനി അതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ട് നമ്മൾ പുളി കുതിർത്തി വെച്ച വെള്ളം ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് പുളിക്കനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാ ഇനി നമ്മുടെ മുരിങ്ങക്കായ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആ മുരിങ്ങക്കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് വരുന്നതാണ് മുരിങ്ങക്കായ. അതേപോലെയൊക്കെ മാങ്ങ ഇട്ടതിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതൊന്ന് വറ്റി വരുന്നവരെ മൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതാ ഇനി ഉമ്മ ഇവിടെ പത്തിരിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ നന്നായി തിളക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കുറച്ചുകൂടി മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ ചെമ്മീൻ കറി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തൂമിച്ചെടുക്കാം. അതിനായിട്ട് ഇവിടെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി ഇവിടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെമ്മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇനി ഉമ്മ ഇവിടെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാന്ന്. അപ്പോൾ ഇതാ പത്തിരിൻ്റെ മാവൊക്കെ ഇവിടെ സെറ്റാക്കി വന്നിട്ടുണ്ട്. ഓരോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പത്തിരി ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് ചുട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ പത്തിരിയൊക്കെ ഫുള്ള് ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കോംബോ ആണ്. പത്തിരും ചെമ്മീൻ മുളകിട്ട് കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഉമ്മ കൂടുതൽ ചെമ്മീൻ കറി തേങ്ങ അരക്കലാണ് ചെയ്യൽ. പക്ഷേ ഇന്നത്തെ മുളകിട്ട് മാഷാല്ലാ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും അസ്സലാമ, ബൈ.